അസ്സലാമലൈക്കും. ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പം ബീഫൊന്നും കൊണ്ടുവന്നില്ല. പകരം ബീഫിന്റെ അതേ ടേസ്റ്റ് ഉള്ള ബീഫിനെക്കാളും ഹെൽത്തിയർ ഓപ്ഷൻ ആയിട്ടുള്ള കൂൺ കൃഷി ചെയ്യാനുള്ള ചിപ്പിക്കൂണിന്റെ ഒരു പാക്കറ്റ് വിത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ കൂൺ കൃഷി എത്രത്തോളം വിജയകരമാണ് എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. 250 രൂപൻ്റെ കിറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ 2 പാക്കറ്റ് ഈ മഷ്റൂം പല്ലറ്റ്, അതാണ് കൂൺ വളരാനുള്ള മാധ്യമം. അതിൽ ഓരോ കിലോ മഷ്റൂം പല്ലറ്റിൻ്റെ 2 പാക്കറ്റായിട്ടാണ് കിട്ടുക. അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് വിത്തും. ആ ഒരു പാക്കറ്റ് വിത്ത് നമുക്ക് നേരെ പകുതിയായിട്ട് ഈ 2 പാക്കറ്റുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. മഷ്റൂം പെല്ലറ്റിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ്. കാലിത്തീറ്റയൊക്കെ പോലെ ഇരിക്കും കാണാൻ. ഞാനിത് കയ്യിലെടുത്ത് കാണിക്കാത്തത്, ഇത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആയിട്ട് അണുവിമുക്തമാക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വൃത്തിയില്ലാത്ത കൈകൾ കൊണ്ടൊക്കെ തൊടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അതൊക്കെ കൂണിൻ്റെ വളർച്ചയെ ബാധിക്കും. ഒരു പാക്കറ്റ് കവറിലേക്ക് 1.5 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത്. അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ 1.5 ലിറ്റർ വെള്ളം ഒരുമിച്ച് ഒരു പാക്കറ്റിലേക്കായിട്ട് ഒഴിക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്തത് പകുതി മഷ്റൂം പെല്ലറ്റ് മാറ്റി വെച്ച് എന്നിട്ട് അതിലേക്ക് ആദ്യം പകുതി വെള്ളം ഒഴിച്ചു. അതിനുശേഷം ബാക്കി കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷമാണ് ബാക്കി വെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ക്ലോസർ വ്യൂ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ കുതിർന്ന് അത് പൊടിയായിട്ട് മാറും. ഏതാണ്ട് ഒരു 7-8 മണിക്കൂറിന് ശേഷമാണ് നമ്മളിതിലേക്ക് വിത്തിടേണ്ടത്. അപ്പോഴാണ് ഇതൊന്ന് നന്നായിട്ട് തണുക്കുക. ആ ചൂടോടുകൂടി ഒരിക്കലും വിത്തിടാൻ പാടില്ല. വിത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സൈഡിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ആ വിത്തുകൾ താഴേക്ക് പോയിക്കോളും. നമ്മൾ വിരൽ കൊണ്ടിങ്ങനെ താഴേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിങ്ങനെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. മഷ് പെല്ലറ്റ് ഈ ഒരു പാക്കറ്റിൽ നിന്ന് നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഈ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് ഏതാണ്ട് 7-8 മണിക്കൂർ കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ പഴയ രീതിയിൽ അറക്കപ്പൊടി വെച്ച് ചെയ്യുന്നത് പോലെ കുറച്ച് മഷ് പെല്ലറ്റ് ഇടുക, അതിനുശേഷം കുറച്ച് മഷ്റൂമിൻ്റെ വിത്തിടുക, അതിനുശേഷം വീണ്ടും പെല്ലറ്റ്, ആ ഒരു രീതിയിൽ നമുക്ക് കൂൺ ബെഡ് ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പം കൈയും അതുപോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയും തന്നെ ഡെറ്റോൾ സൊല്യൂഷനിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ. ഫൈനലി നമുക്ക് ഇത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 ആഴ്ച ഇതിനെ ഇരുട്ടറയിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് വായുസഞ്ചാരത്തിന് വേണ്ടിയിട്ട് മൊട്ടുസൂചി ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടതാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴുള്ള മഷ്റൂം ബെഡിൻ്റെ അവസ്ഥയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫംഗസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവിടെ മഴയൊക്കെ പോയി നല്ല ചൂടായത് കാരണം വീണ്ടും ഒരു 2 ആഴ്ച എടുത്തു കൂണുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂണ്. വൈകിയാണെങ്കിലും സലാലയിലും കൂണ് വിരിഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വൈകിയതും ഇപ്പോഴത്തെ ചൂടൊക്കെ കാരണമാണ് കൂൺ ഇത്തിരി മൂടിയിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാന ആഴ്ചയിലാണ് വിത്തിട്ടത്. സാധാരണഗതിയിൽ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ കൂണ് വിരിയേണ്ടതാണ്. എന്നാൽ ഒക്ടോബർ പകുതി കഴിഞ്ഞ് ആദ്യ വിളവ് കിട്ടാൻ 4-5 തവണ വിളവ് ഇതിനകം കിട്ടിയിട്ടുണ്ട്. സോ ഇനി കൂണ് കൃഷി ഇഷ്ടപ്പെടുന്ന പ്രവാസികൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഓരോ കിറ്റും കൊണ്ടിങ്ങ് പോന്നോളൂ. ഈ ക്ലൈമറ്റിലും വിളവ് കിട്ടുന്നത് കാണുമ്പോൾ ചിപ്പിക്കൂണിനേക്കാൾ പാൽക്കൂണാണെങ്കിൽ കുറച്ചധികം വിളവ് കിട്ടുമെന്നാണ് തോന്നുന്നത്. മസാലയ്ക്ക് ഇട്ട് 1 മിനിറ്റ് ഒന്ന് വറ്റിച്ച് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ, മഷ്റൂമിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.